എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം, 2024 സെൻട്രൽ ഗവൺമെൻറ് നിലവിലുള്ള ക്രിമിനൽ നിയമമായ IPCയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത 2024 അവതരിപ്പിക്കുകയുണ്ടായി. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. 0 FIR എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളെ ഒരു ഒഫൻസ് നടന്നാൽ ആ ഒഫൻസ് നടന്ന സ്ഥലത്തെ ജൂറിസ്ഡിക്ഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രമേ നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ കാര്യത്തിലൂടെ ഒരു ഒഫൻസ് നടന്നാൽ ആ ഒഫൻസ് നടന്ന ജൂറിസ്ഡിക്ഷൻ അല്ലാതെ എവിടെ വേണമെങ്കിലും, ഇറസ്പെക്റ്റീവ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എന്താണ് ഗുണം? നിങ്ങൾക്ക് ആ കൺസേൺ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് നടക്കേണ്ട, ജൂറിസ്ഡിക്ഷൻ അന്വേഷിച്ച് നടക്കേണ്ട, എവിടെയാണോ ഒഫൻസ് നടന്നതെന്ന് നോക്കണ്ട. എവിടെ വേണമെങ്കിലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ FIR രജിസ്റ്റർ ചെയ്ത് കിട്ടും. അതാണ് 0 FIR. അതുമാത്രമല്ല, നിങ്ങൾക്ക് പരാതികൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മോഡിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാം. അതായത് നിങ്ങൾ ഇമെയിലിലൂടെയോ വാട്സപ്പിലൂടെയോ അറിയിക്കുകയാണെങ്കിൽ ആ കാര്യം കൺസേൺ പോലീസ് സ്റ്റേഷൻ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അത് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഈ FIR എന്നുള്ള ഇതും കൂടിയും ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ചെയ്തില്ല എന്ന് വിചാരിക്കട്ടെ, ഈ കൺസേൺ പോലീസുകാരൻ അല്ലെങ്കിൽ ആരാണോ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പരാതി കിട്ടിയിട്ടും FIR രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലും ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത 199 പ്രകാരം ആരാണോ അങ്ങനെ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥൻ, ആരാണോ വ്യക്തി, ആ വ്യക്തിക്ക് 3 മാസം മുതൽ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒഫൻസ് നടക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ അന്വേഷണം നടക്കേണ്ട, ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതുമാത്രമല്ല ഈ FIR നിങ്ങൾക്ക് ഉപയോഗിക്കാം.